ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും ഭയങ്കര തിരക്കുകളിലായിരിക്കും. ജോലിക്ക് പോകുന്ന തിരക്ക് അല്ലെങ്കിൽ വീടുകളിൽ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ എല്ലാവർക്കും കാണും. ഞാനിങ്ങനെ വെറുതെ ചിന്തിച്ചു, നമ്മളുടെ ഈ തിരക്കുള്ള ജോലികളിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ സ്ട്രെസ്സും ടെൻഷനും നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാറുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മളൊരാളെ വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സ്നേഹം, വിശ്വാസം നമുക്കും ലഭിക്കണമെന്ന്. എപ്പോഴും നമുക്കതെല്ലാവരിൽ നിന്ന് കിട്ടണമെന്നില്ലായിരിക്കും. നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരാളിൽ അനാവശ്യമായി അല്ലെങ്കിൽ ഭയങ്കരമായി നമ്മളൊരാളെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. നമുക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുവാൻ അവരെ കിട്ടിയല്ലോ എന്ന്. അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ലെസൺ ആയിരിക്കും അത്, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ എടുക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട്, അവർ വിചാരിക്കും ഇവരോട് എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്താലും അവർ എൻ്റെ കൂടെ എപ്പോഴും കാണും. ആ ഒരു തോന്നൽ നമ്മൾ മാറ്റി കൊടുക്കണം. കാരണം നമ്മൾ ആവശ്യമില്ലാതെ വില തരാത്തവരോട് അവരുടെ പുറകെ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു വില കൊടുക്കാത്തതിൻ്റെ ഒരു രീതിയാണല്ലോ. ആ ഒരു വിശ്വാസം അവരിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കുക. കാരണം അവർക്ക് എത്രമാത്രം നമ്മൾ അവരെ പരിഗണിക്കുന്നോ അതിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ചില ആൾക്കാരുണ്ട്, അവരുടെ ജീവിതത്തിൽ ഭയങ്കര കാർമേഘം, അല്ലെങ്കിൽ ഭയങ്കര മൂടൽമഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭയങ്കര കാറ്റും കോടും മഴയൊക്കെ വരുമ്പോൾ ഓടി നമ്മുടെ അടുക്കിലോട്ട് ഒരു ആശ്വാസത്തിനെത്തും. അങ്ങനെയുള്ളവർ ഒരു മാനം തെളിഞ്ഞു വരുമ്പോൾ നമ്മളോട് പോലും പറയാതെ നമ്മളിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് പോകും. നമുക്കൊത്തിരി വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവങ്ങളായിരിക്കും നമുക്ക് ഇതൊക്കെ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു കാര്യവും നമ്മൾ അതങ്ങനെ എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച്, ഇവിടത്തെക്കാട്ടിലും 5 hours അല്ലെ 5.5 hours മുന്നോട്ടാണ് ഇന്ത്യയിൽ. അപ്പം രാവിലെ എണീച്ച് നോക്കുമ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ കൂട്ടുകാരുടെ വിഷസൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷേ ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ വിഷസ് നമുക്ക് കിട്ടിയില്ലായിരിക്കാം. നമുക്കറിയാം, നമ്മൾക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ, ഒരു ബർത്ത്ഡേ വരുമ്പോൾ നമുക്കിഷ്ടപ്പെടുന്നവരുടെ വിഷസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ടല്ലേ. ചില ആൾക്കാർ, അതുപോലും ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ അവരുടെ വഴിക്കങ്ങ് വിടുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അംഗീകരിക്കുന്നവരെ നമുക്ക് ചിലപ്പോൾ അവരോട് ഒത്തിരി ഇഷ്ടം തോന്നുകയില്ലായിരിക്കും. എങ്കിലും അവരെ നമ്മുടെ കൂട്ടത്തിലോട്ട് നമ്മളെ ചേർത്ത് പിടിച്ച് അവരുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും അങ്ങനെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കും അല്ലേ. അപ്പം സ്ട്രെസ്സും റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷൻ നമ്മളിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേണ്ടാത്തവരെ അങ്ങ് ഉപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ.